നമുക്ക് ഇഡ്ഡലിയുടെ ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റിയ തേങ്ങ ചട്നി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിന്നിവിടെ റെഡ് കളർ തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ പകുതി. ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ അരച്ചെടുക്കുമ്പോൾ അതിന്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി വേണം. ഞാനിവിടെ 2 വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. ഇത് റെഡ് കളർ ചട്നി ആയതുകൊണ്ട് ഇതിലേക്ക് പച്ചമുളകല്ല ചേർക്കുന്നത്, ഉണക്കമുളകാണ് ചേർക്കുന്നത്. മുളകിന്റെ പൊടി ചേർക്കണ്ട, ഇതേപോലെ മുഴുവനായിട്ടുള്ള ഉണക്കമുളക് ചേർക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഈ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ തേങ്ങ ചട്നിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളി വേണം. അത് വാളംപുളി നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഈ വാളംപുളി നിങ്ങളുടെ ചട്നിക്ക് എന്തോരം പുളി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വാളംപുളി ചേർക്കാം. ഈ തേങ്ങ ചട്നിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടുകും ഉഴുന്നുമാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കടുക്, പിന്നെ കറിവേപ്പില, ഉണക്കമുളക്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ തേങ്ങ ചട്നി ആക്കാന്ന്. ഈ ചട്നി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് തേങ്ങ ചേർക്കാം. ഇഞ്ചിയും ചുവന്നുള്ളിയും ചേർക്കാം. ഞാനിവിടെ ഇഞ്ചിയും ചുവന്നുള്ളിയും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ സാധാരണ ഉണക്കമുളകും ഒരു കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്. ഈ കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ചട്നിക്ക് കുറച്ചും കൂടി നല്ലൊരു കളർ കിട്ടും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ സാധാരണ മുളക് ചേർത്താലും മതി. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ ശരിക്കും അരഞ്ഞു കിട്ടുകയില്ല, പിന്നെ ചട്നിയിൽ വെള്ളം കൂടി പോവുകയും ചെയ്യും. ഈ തേങ്ങ ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മതി. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഈ ചട്നിയുടെ പുളിക്ക് അനുസരിച്ചിട്ട് വാളംപുളിയുടെ വെള്ളം ചേർക്കാം. അത് വാളംപുളി നിങ്ങൾ പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ചട്നിയിലേക്ക് ചേർക്കുമ്പോൾ പിന്നെ ചട്നിക്ക് വെള്ളം കൂടിപ്പോവും. അപ്പോൾ ആദ്യം നിങ്ങൾ കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചട്നിയിലേക്ക് താളിച്ച് ചേർക്കാം. ഈ ചട്നിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്ന് ചേർക്കാം. ഉഴുന്നൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കെ ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇപ്പോൾ ചുവന്നുള്ളിക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചട്നിയിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ചട്നി എടുക്കുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് തിക്കായിട്ടിരിക്കണം. ഒരുപാട് വെള്ളം പോലെ ആവരുത്, നല്ല തിക്കായിട്ടിരിക്കുകയും ചെയ്യരുത്. ഇതേപോലെ ഇങ്ങനെ കോരി ഒഴിക്കണ പാകത്തിന് എടുക്കണം. ഇപ്പോൾ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. തേങ്ങാ ചട്നി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ താളിച്ച് എടുത്തതിലേക്ക് തേങ്ങാ ചട്നി ഇട്ടിട്ട് ചൂടാക്കരുത്.
ഈ താളിച്ചെടുക്കുന്നത് ഈ തേങ്ങാ ചട്നിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. തേങ്ങാ ചട്നി ചൂടായിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല.